16-ാം തീയതി നടന്ന SSC GDയുടെ ലാസ്റ്റ് ഷിഫ്റ്റ് 4 ചെയ്യുന്നത്. മാത്സിലെ എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്താലോ. അപ്പം ഇവിടെ 3 പേരുടെ വെയ്റ്റിൻ്റെ റേഷ്യോ തന്നിട്ട് അവരുടെ ആവറേജ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ റാമിൻ്റെയും ശ്യാമിൻ്റെയും ആവറേജ് എത്രയെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം 7:8:5 വെയ്റ്റുകളുടെ റേഷ്യോ. അവരുടെ സമ്മം തന്നിട്ടുണ്ട്. എത്രയാണെന്ന് തന്നേക്കുന്നത്? 80 തന്നേക്കുന്നത്. 3 പേരുടെ ആവറേജ് തന്നിട്ടുണ്ട്. അപ്പോൾ സമ്മ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യണ്ടേ? 8×3 = 24 240 ഇവരുടെ സമ്മ് വരുന്നത്. അതായത് 5 വെട്ടും കൂടെ കൂട്ടുമ്പോൾ എത്രയാണ്? 13 7 20ൻ്റെ വാല്യൂ ആണ് നമുക്ക് തന്നേക്കുന്നത് 240. അപ്പം 2ൻ്റെ വാല്യൂ 24, 1ൻ്റെ വാല്യൂ 12 എന്ന് കിട്ടും. ചോദിച്ചേക്കുന്നത് റാമിൻ്റെയും ശ്യാമിൻ്റെയാണ് ചോദിച്ചേക്കുന്നത് വെയിറ്റ് ആവറേജ്. അപ്പം അതിനുവേണ്ടി ഇവരുടെ വെയിറ്റ് കണ്ടുപിടിക്കേണ്ട കാര്യമുണ്ട്. അപ്പം 7ൻ്റെ വാല്യൂ എത്രയാണ്? 1 യൂണിറ്റിൻ്റെ വാല്യൂ 12 ആണെങ്കിൽ 7 യൂണിറ്റിൻ്റെ വാല്യൂ 7 × 12 ആണ് 84 എന്ന് വരും. അങ്ങനെ 8 യൂണിറ്റിൻ്റെ വാല്യൂ എത്രയാണ്? 8 × 12 ആണ്. അതെന്ന് പറയുന്നത് 96 വരും. ഇവരുടെ രണ്ടുപേരുടെ ആവറേജ് കണ്ടുപിടിക്കേണ്ട 84 + 96 ÷ 2 ചെയ്താൽ മതി. 84 96 കൂടെ കൂട്ടുമ്പോൾ എത്രയാണ്? 180 വരും. 180/2 ചെയ്യുമ്പോൾ 90 കിട്ടും. ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നുണ്ടാ, ഒരു 500 മീറ്റർ റേസിൽ P runs at 2 km/h and P gives Q a head of 20 meter and still beat him by around second. അങ്ങനെയാണ് ഫൈനൽ സ്പീഡ് ഓഫ് Q എന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് ഡിസ്റ്റൻസിൻ്റെ റേഷ്യോ എടുക്കാം. അതായത് P gives Q a head of 20 meter എന്ന് പറഞ്ഞേക്കുന്നത്. നമ്മളെന്താ പറഞ്ഞിരിക്കുന്നത്? P gives Q a head of 20 meter എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ വരച്ച് നോക്കുമ്പം മൊത്തം 500 മീറ്റർ. P മൊത്തം 500 മീറ്റർ ഓടുമ്പോഴും Q എന്താണ്? ഈ 20 മീറ്റർ കുറഞ്ഞ് 480 മീറ്ററേ ഓടുന്നുള്ളൂ. ഡിസ്റ്റൻസിൻ്റെ റേഷ്യോ എടുക്കുമ്പോൾ 500:480 വരും. ഒന്നുകൂടെ വെട്ടി കുറയുമ്പോൾ എത്രയാണ്? 25:24 വരും. ഇനി സ്പീഡ് = എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈമാണെന്ന് നമുക്കറിയാം. ടൈം ഇവിടെ കോൺസ്റ്റൻ്റ്, രണ്ടുപേരും 60 സെക്കൻഡാണ് എടുക്കുന്നത്. അപ്പം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു സ്പീഡായിരിക്കും. അങ്ങനെ വരുമ്പം 25:20 തന്നെയായിരിക്കും സ്പീഡിൻ്റെ റേഷ്യോ വരും. തന്നേക്കുന്നുണ്ടാ ഈ 25ൻ്റെ വാല്യൂ ആണ് നമുക്ക് തന്നേക്കുന്നത്. എന്താ? 2 km/h. 24ൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി, ആൻസറായി. 24ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? 24 × 2/25 ചെയ്യാം. ഇവിടെ ഈ 2ഉം 25ഉം കൂടെ കട്ട് ചെയ്ത് പോകുമ്പോൾ ഇവിടെ 12.5 വരും. ഇവിടെ 12.5 × 2 ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്? 24 അറിയാം. അപ്പോൾ 2 വരില്ല, 2ന് തൊട്ട് താഴെ ഒരു സംഖ്യ വരുന്നത് മനസ്സിലായി. അപ്പോൾ 1.9 ആണ് ഇവിടെ ചെയ്യുമ്പോൾ ആൻസർ കിട്ടുന്നത്. 1.9 km/h. തേർഡ് ഓപ്ഷൻ. അല്ലെങ്കിൽ എന്താ? ഇവിടെ ചെയ്യുമ്പം 24 × 2 ചെയ്യുമ്പം എത്രയാണ്? 48 വരും. 48/25 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 48/25 എന്ന് പറഞ്ഞാൽ 25 × 2 ചെയ്യുമ്പം എന്താണ്? 50 വരും. അപ്പം 2നേക്കാളും തൊട്ട് താഴെയാണ് മനസ്സിലായി. അപ്പം 25 ഒരു തവണ പോകുള്ളൂ. അപ്പം 23/25 വരും. ഈ 20/25 വരുന്നെങ്കിൽ നമുക്ക് എന്താ? അത് വെട്ടി കുറച്ചിട്ട് 4/5 എന്നാക്കായിരുന്നു. അതായത് 1.8 എന്നാക്കായിരുന്നു. അപ്പോൾ 23 വന്നതുകൊണ്ട് നമുക്ക് 1.8ന് മുകളിലാണ് മനസ്സിലായി. എന്തായാലും 1.8ന് മുകളിൽ ഒരു ഓപ്ഷനേ ഉള്ളൂ. 1.9 മൂന്നാമത്തെ ഓപ്ഷൻ. അതാണ് കറക്റ്റ് ആൻസർ. ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? ഈ പുള്ളി 96 റൺസ് അടിച്ചു. അതിനകത്ത് 2 ബൗണ്ടറി 6 സിക്സസും ഉണ്ട്. ബാക്കിയെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയെടുത്ത റൺസാണ്. അങ്ങനെയാണെങ്കിൽ പുള്ളി വിക്കറ്റ്സിനിടയിൽ ഓടിയെടുത്ത റൺസിൻ്റെ പെർസെൻറ്റേജ് എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. 6 സിക്സ് അടിക്കുമ്പോൾ എത്രയാണ്? 6 × 6 36 റൺസ് 6 തന്നെ കിട്ടും. അതുപോലെ 2 ബൗണ്ടറി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം 2 ബൗണ്ടറി എന്ന് പറഞ്ഞാൽ 4 × 2. അപ്പോൾ എത്രയാണ്? 36 വെട്ടും 96 44 റൺസാണ് അയാൾ
4ഉം 6ഉം അടിച്ച് മാത്രം എടുത്ത റൺസ്. അപ്പോൾ 96 മൈനസ് 44 ചെയ്യുമ്പോൾ എത്രയാണ്? 52 റൺസും ഇയാൾ റൺസ് ഓടിയെടുത്ത റൺസാണ്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഓടിയെടുത്ത റൺസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് പെർസെൻറ്റേജിൽ. 52/96 × 100. മുകളിലും താഴെ ഞാൻ 2 കൊണ്ട് വിട്ടു, അപ്പം 48 വരും. ഇവിടെ 26 വരും. ഒന്നും കൂടെ വെട്ടാൻ പറ്റും. ഇത് എത്ര? 24 വരും. ഇവിടെ എന്താ 13 വരും. ഇവിടെ ഇപ്പം മുകളിൽ 12 വന്നിരുന്നെങ്കിൽ എന്താ സംഭവിച്ചാണ്? 12 വന്നിരുന്നെങ്കിൽ പെർഫെക്റ്റ്ലി വെട്ടിപ്പോയെന്നേ. അപ്പം 50% കിട്ടിയത്. 13 ആണ് ഇവിടെ വന്നേക്കുന്നത്. 13 വന്നപ്പോൾ നമ്മൾ എന്ത് മനസ്സിലായി? 50-ന് തൊട്ട് മുകളിലാണ് മനസ്സിലായി. ഇത് കണ്ടുപിടിക്കാൻ ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ. കാരണം എന്താ? 50% മുകളിൽ 2 ഓപ്ഷൻസ് വന്നിട്ടുണ്ട്, ഇതും ഇതും. അപ്പം ഡിവൈഡ് ചെയ്ത് നോക്കാമെന്നുള്ള ലക്ഷ്യമുള്ളൂ. 24-ൽ 13 കറക്റ്റായിട്ട് പോകില്ല. അപ്പോൾ ആദ്യം തന്നെ പോയിൻ്റ് ഇട്ടിട്ട് ഇവിടെ ഒരു 0 ഇട്ട് തുടങ്ങിക്കോളുക. 24 × 5 ചെയ്യുമ്പം എത്രയാണ്? 120 വരും. അപ്പോൾ റിമൈൻഡർ എത്രയാണ്? 10 വരും. റിമൈൻഡർ 10. 10-ൽ 24 എന്തായാലും പോയില്ല, 0 ഇട്ട് കൊടുത്തോളാം. 100 എത്തിക്കാൻ 24-നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? അല്ലെങ്കിൽ 100-ൻ്റെ അടുത്ത് എത്തിക്കാൻ 24-നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? 24 × 4 ചെയ്യണം. 24 × 4 ചെയ്യുമ്പോൾ 96 വരും. അപ്പം ഇവിടെ 4 ഇട്ടു, 96. അപ്പോൾ എത്രയാണ്? റിമൈൻഡർ 4 വരും. അപ്പം 54 പോയിൻറ്റ് സംതിങ് ആണ് നമുക്ക് മനസ്സിലായി. 54 പോയിൻറ്റ് ഒരു ഓപ്ഷനേ ഉള്ളൂ. ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. ഇവിടെ ×100 കൂടെ ഉണ്ട്. ×100 കൂടെ ചെയ്യുമ്പോൾ 54 പോയിൻറ്റ് സംതിങ് വരും. ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. അങ്ങനെയാണ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇവിടെ നമ്മൾ ചോദിച്ചേക്കുന്നത് എന്താ? കോസ്റ്റ് ഓഫ് പെയിൻറ്റിങ് എ സോളിഡ് കോൺ അറ്റ് 30 പൈസ സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 660 രൂപ. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ദ കോൺ ഇഫ് ഇറ്റ്സ് ലാൻഡ് ഹൈറ്റ് ഈസ് 15 സെൻറ്റിമീറ്റർ എന്നാണ് പറയുന്നത്. അതായത് 30 പൈസ പെർ സെൻറ്റിമീറ്റർ സ്ക്വയറിൽ പെയിൻ്റ് അടിക്കുമ്പം മൊത്തം 660 രൂപയാവുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് കോണിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ × 30 പൈസ പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ ചെയ്യുമ്പോഴാണ് 660 രൂപ എന്ന് കിട്ടുന്നത്. ഇവിടെ ടോട്ടൽ സർഫസ് ഏരിയ കിട്ടുന്നത് എന്ത് ചെയ്യണ്ടേ? 660 ഡിവൈഡഡ് ബൈ 30 ചെയ്യുക. 660 ഡിവൈഡഡ് ബൈ 30 ചെയ്യുക. എന്താണ് നമ്മൾ യൂണിറ്റ് കൺവേർഷൻ നടത്തണം. ഇത് രൂപയിലും ഇത് പൈസയിലുമാണ്. അപ്പം 0.30 ആക്കാം. ഇനി പോയിൻ്റ് മാറ്റാൻ ഞാൻ എന്താണ് മുകളിൽ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിട്ട് ഈ പോയിൻ്റ് താഴത്തെ പോയിൻ്റ് മാറ്റിടണം. ഈ 0 കട്ട് ചെയ്ത് പോയി. 3 × 22 ചെയ്യുമ്പോഴാണ് 66 വരുന്നത്. ഒരു 2 0 കൊണ്ട് ഇട്ട് കൊടുക്കുമ്പോൾ 2200 സെൻറ്റിമീറ്റർ സ്ക്വയർ വരും. ഇത്രയാണ് കോണിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ വരുന്നത്. ഈ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് കോൺ എന്ന് പറഞ്ഞാൽ എത്രയാണ്? πr² പ്ലസ് πrl ആണ്. അതായത് ഈ πr² എങ്ങനെയാണ് വന്നത്? πr² വന്നത് അതായത് ഈ താഴത്തെ ഈ സർക്കിളിൻ്റെ ഏരിയ ആണ് πr². πrl എന്ന് പറയുന്നത് ഈ കർവ്ഡ് സർഫസ് ഏരിയ ആണ്. കൂടെ കൂട്ടുമ്പോഴാണ് ടോട്ടൽ സർഫസ് ഏരിയ വരുന്നത്. അപ്പോൾ ഇതിനകത്ത് എനിക്ക് πr കോമൺ എടുക്കാൻ പറ്റും. πr കോമൺ എടുത്താൽ r പ്ലസ് l ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ π × r പ്ലസ് l എത്ര തന്നിരിക്കുന്നത്? എല്ലിൻ്റെ വാല്യൂ സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 15 ആണ്. ഈക്വൽ ടു 2200 എന്ന് തന്നിട്ടുണ്ട്. അതായത് 22/7 r × r പ്ലസ് 15 എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് എത്രയാണ്? 2200. 22 വെട്ടിപ്പോയി, ബാക്കി എന്താ? 100. അപ്പം r × r പ്ലസ് 15 എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് എത്രയാണ്? 700 ആണ്. ഇനി ആറിന് നമ്മൾ എന്താണ് 20 × എന്താണ് നമുക്ക് 20 ജസ്റ്റ് ഇട്ട് കൊടുത്ത് നോക്കാം. അപ്പോൾ 20 + 15 ചെയ്യുമ്പോൾ 35 കിട്ടും. അപ്പോൾ 20 × 35 ചെയ്യുമ്പോൾ 700 കിട്ടും. മനസ്സിലായി? 20 ആണ് ആറിൻ്റെ വാല്യൂ. അല്ലാതെ ഇത് സോൾവ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ കുറേ നേരം എടുക്കും. കാരണം r² + 15r = 700 വരും. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വരും. അത് പിന്നെ
ഒന്നല്ലെങ്കിൽ സ്ക്വയറിൻ്റെ റൂട്ട് വെച്ച് ചെയ്യണം, അല്ലെങ്കിൽ -b +or -b² - 4ac എന്ന് പറഞ്ഞ ഇക്വേഷൻ വെച്ച് ചെയ്യേണ്ട വരും. ഇവിടെ ഓപ്ഷനിൽ നിന്ന് ഓരോ വാല്യൂ ഇട്ട് കൊടുത്ത്, ഇപ്പോൾ ഓപ്ഷൻ 1 40, അപ്പോൾ 6ന് 40 ഇട്ട് കൊടുക്കുക. അപ്പോൾ 40 10 9 40 × 55 ചെയ്താൽ 720 നോക്കുക. അപ്പോൾ വരുന്നില്ല എന്നുണ്ടെങ്കിൽ അതല്ല ഉത്തരം. അപ്പോൾ നമ്മൾ ഓരോ ഓപ്ഷൻ പ്ലഗ് ഇൻ ചെയ്ത് നോക്കുക, അതാണ് നല്ലത്. അപ്പോൾ 20 ഇട്ട് കൊടുക്കുമ്പോൾ ഇത് ഓക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആൻസർ എന്താണ്? 20 ഓപ്ഷൻ 4 20 കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് മനോജ് 57,695 ഇൻവെസ്റ്റ് ചെയ്തു, അത് പുള്ളിയുടെ സാലറിയുടെ 11%. അങ്ങനെയാണെങ്കിൽ അയാളുടെ മൊത്തം സാലറി എത്രയാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് 11% വാല്യൂ തന്നേക്കുന്നത് 57,695. അങ്ങനെയാണെങ്കിൽ 10% വാല്യൂ എത്രയാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കിവിടെ എന്താ ഒരു യൂണിറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഒരു യൂണിറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നേരത്തെ 11 × 5 ചെയ്യുമ്പം 55 വരും. റിമൈൻഡർ 2 വരും. 26 എത്താൻ വേണ്ടി 11 × 2 ചെയ്താൽ മതി, 22 വരും. അപ്പോൾ 2 അപ്പം 4 റിമൈൻഡർ വരും, 49 49 എത്താൻ 11 × 4 ചെയ്താൽ മതി. 49 44 പോയാൽ 5 റിമൈൻഡർ വരും, 55 55 11 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിളാണ്, 5 കിട്ടും. അപ്പം 100% വാല്യൂ എത്രയാണ്? 52 45 0 ആണ്. ഇത് ഇയാളുടെ ആനുവൽ ഇൻകം. നമ്മൾ ചോദിച്ചേക്കുന്ന മന്ത്ലി ഇൻകം എത്രയാണ് ചോദിച്ചേക്കുന്നത്. അതായത് 52 45 0 ഡിവൈഡ് ബൈ 12 ചെയ്താൽ നമുക്ക് മന്ത്ലി ഇൻകം കിട്ടും. അപ്പോൾ ഇത് ഡിവൈഡ് ചെയ്യുന്നത് എത്രയാണ്? 52 എത്ര തവണ 12 പോകും? 4 തവണ 12 പോകും, 48 വരിക. റിമൈൻഡർ എത്രയാണ്? 44 വരും. 44 12 എത്ര തവണ? 3 തവണ പോകും. 12 3 36 വരും. 44 36 പോയാൽ റിമൈൻഡർ 8 വരും. ആ 8 ഇവിടെ ആഡ് ചെയ്തോളുക. ഇനി 12 × 7 ചെയ്യുമ്പോൾ എത്ര? 84 വരും. നമുക്ക് 85 വേണ്ട, അപ്പം 84 വരും. റിമൈൻഡർ 10 വരും. ഇവിടെ 7 വരും. അപ്പോൾ ഇത്രയും കിട്ടിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി എന്താണ് ഓപ്ഷൻ ഫസ്റ്റാണ് കറക്റ്റ്. ബാക്കി മുമ്പോട്ട് ചെയ്തു പോകേണ്ട കാര്യമില്ല. ബാക്കി ഇവിടെ 6 വരുന്നത്, ഇവിടെ 7 വരുന്നത്, ഇവിടെ 5 വരുന്നത്. ഇത് സോൾവ് ചെയ്യുന്ന നേരത്തെ എന്താ വരുന്നത്? ആദ്യം നമ്മൾ ബ്രാക്കറ്റിനകത്തുള്ള ചെയ്യണം. ബ്രാക്കറ്റിനകത്തുള്ളതിൽ തന്നെ അത് ഈ ഓഫിൻ്റെ വേണം ആദ്യം ചെയ്യാൻ. അതായത് ഇപ്പം 9 × 4 എത്രയാണ്? 36 36 / 8 3s 24 ഡിവൈഡഡ് ബൈ, അതുപോലെ 3 2s 6 / 4 3s 12. ഇത് സത്യത്തിൽ എങ്ങനെയാണ് വരുന്നത്? സത്യത്തിൽ ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ 6/12 വരുന്നത്. അപ്പം ഇവിടെ എന്താ സംഭവിക്കുന്നത്? തിരിഞ്ഞ് വരും. അതായത് 12/6 വരും. റെസിപ്രോക്കലായിട്ട് തിരിച്ച് മൾട്ടിപ്ലൈ ആവും. അപ്പോൾ ഇവിടെ കിട്ടിപ്പോകുമ്പോൾ എത്രയാണ്? 6 36 12 2 24. 6/2 എന്ന് പറയുന്നത് 3 വരും. അതായത് ഈ ബ്രാക്കറ്റിനകത്ത് ഫുള്ള് എന്താണ് 3 എന്ന് വരും. ഇത് × 60/5 എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ എന്താ ആദ്യം നമ്മൾ ഡിവിഷനെ പ്രയോറിറ്റി എടുക്കണം. കാരണം അപ്പോൾ ബോഡ് മാസ് വെച്ച് നോക്കുമ്പോൾ ഡിവൈഡിനാണ് മൾട്ടിപ്ലിക്കേഷന് മുകളിൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അപ്പം 60/5 ചെയ്യുമ്പോൾ 12 12 × 3 ചെയ്യുമ്പോൾ 36 എന്ന് വരും. ഓപ്ഷൻ 4 ആണ് കറക്റ്റ്. ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? ഇഫ് 9% ക്യാൻ do a job in 18 days, then 18% with twice the efficiency can do the same job in എത്ര ദിവസം കൊണ്ടാണ് പറയുന്നത്. ഇവിടെ ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞാൽ 9 × ഇനി 9 പേരുടെ എഫിഷ്യൻസി 1 നമ്മൾ അസ്യൂം ചെയ്യുക. 1 × 18 ടോട്ടൽ വർക്ക് വരുന്നത്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എത്രയാണ്? 162 എന്ന് വരും. നമ്മൾ ചോദിച്ചേക്കുന്നത് ഇനി ടൈമാണ് ചോദിച്ചേക്കുന്നത്. ഇതേ ജോലി 18 പേര് അവരുടെ എഫിഷ്യൻസി ഇരട്ടിയാണ്, നേരത്തെ ഉള്ള ആൾക്കാരെക്കാൾ ഇരട്ടിയാണ്. അപ്പം വരുന്ന ടൈം എത്രയാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ സാധാരണ ടൈം കാണുന്ന ഇക്വേഷൻ എന്താ? ടോട്ടൽ വർക്ക് ഡിവൈഡഡ് ബൈ എത്ര പേരുണ്ടോ നമ്പർ ഓഫ് പേഴ്സൺസ്
ഇൻറ്റു എഫിഷ്യൻസിയാണ്. ഇവിടെ എന്താണ് 162 ജോലി 18 പേര് ചെയ്യണം. അത് ഇൻറ്റു ഓരോരുത്തരുടെ എഫിഷ്യൻസി ഇരട്ടിയാണെന്ന് പറഞ്ഞേക്കുന്നത്. നമ്മൾ നേരത്തെ ഇവിടെ ഓരോരുത്തരുടെ എഫിഷ്യൻസി 1 എന്നാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടെ 2 വരും. അപ്പം 162/36 വരും. നമ്മളിവിടെ രണ്ട് സൈഡിലും 3 കൊണ്ട് വെട്ടുമ്പോൾ എത്ര 162/3 ചെയ്യുമ്പോൾ 54 ഇവിടെ എത്ര 12 വരും. ഒന്നും കൂടെ വെട്ടാം. 2 കൊണ്ട് 54/2 ചെയ്യുമ്പം 27 6 വരും. ഒന്നും കൂടെ വെട്ടാം. 27/3 ചെയ്യുമ്പോൾ എത്ര 9 ഇവിടെ 2 വരും. ആൻസർ എത്ര 9/2 ആൻസർ വരുന്നത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ ഈ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് സ്പിയർ ഓഫ് റേഡിയസ് 6 meter ഈസ് കട്ട് ഇൻ ടു 2 equal halves. ഫൈൻഡ് ദ വോളിയം ഓഫ് ഈച്ച് ഹെമിസ്ഫിയർ ഫോംഡ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കെന്ന് പറഞ്ഞാൽ എന്താണ്, ഈച്ച് എന്ന് പറഞ്ഞ വാക്കാണ് ശ്രദ്ധിക്കേണ്ടത്. ഈച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഹെമിസ്ഫിയറിൻ്റെ വോളിയം ചോദിച്ചുള്ളൂ. അത് ഈ വലിയ ഹെമിസ്ഫിയറിൻ്റെ വോളിയം തന്നെ ആയാണ്. കാരണം എന്താ, ഇവിടെ വോളിയം ഓഫ് ഈ വലിയ സ്പിയർ എന്ന് പറയുന്നത് ഈക്വൽ ടു എന്താണ്, ഈ വോളിയം ഓഫ് ഈ രണ്ട് സ്പിയറിൻ്റെ സമ്മാണ്. അത് രണ്ടും ഈക്വലാണ് വരുന്നത്. സർഫസ് ഏരിയയുടെ കാര്യത്തിലാണെങ്കിൽ വ്യത്യാസം വന്നേനെ. കാരണം എന്താ, സർഫസ് ഏരിയയുടെ കാര്യത്തിൽ ഈ ഇത്രയും ഭാഗം കൂടെ കൂടി വന്നേനെ. അതായത് രണ്ട് സർക്കിളും കൂടെ കൂടി വന്നേനെ. അതായത് πr² 2πr² കൂടെ കൂടുതൽ വന്നേനെ ടോട്ടൽ സർഫസിൻ്റെ കാര്യത്തിൽ. വോളിയത്തിൻ്റെ കാര്യത്തിൽ ഇത് രണ്ടും സെയിമാണ്. നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താ, ഇതിൽ ഒരു ഹെമിസ്ഫിയറിൻ്റെ വോളിയം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അതായത് 4/3πr³ ആണ് എന്ത്, ഈ സ്ഫിയറിൻ്റെ വോളിയം. ഇത് /2 ചെയ്യണം. 2 ചെയ്യുമ്പോൾ 2/1 എന്നാണ് ഇതിനർത്ഥം. 2/1 വരുമ്പോൾ ഇത് തിരിഞ്ഞ് കയറി 1/2 ആയി മുകളിൽ മൾട്ടിപ്ലൈ ആവും. ഇത് 2/1 പോയിട്ട് എന്താണ് ഇൻറ്റു 1/2 ആവും. അപ്പോൾ ഇവിടെ 2 4 കൂടെ വെട്ടിപ്പോയിട്ട് 2 ആവും. അപ്പം 2/3πr³ ആണ് നമുക്ക് വേണ്ട ഇക്വേഷൻ. ഇതിപ്പോൾ പ്ലഗ് ഇൻ ചെയ്ത് കൊടുക്കും. എത്ര വരുന്നത് 2/3 ഇൻറ്റു 22/7 ഇൻറ്റു ആറിൻ്റെ വാല്യൂ എത്രയാണ് 6 മീറ്റർ എന്ന് പറഞ്ഞാൽ 6 ഇൻറ്റു 6. അപ്പം ഈ ഒരു 3 ഈ ഒരു 6 വെട്ടിപ്പോയി 2 ആവും. അപ്പം 36 ഇൻറ്റു 2 ചെയ്യുമ്പം 72 ആവും. 72 ഇൻറ്റു 22 ഇൻറ്റു 2/7 വരും. അവിടെ എല്ലാം കൂടെ മൾട്ടിപ്ലൈ എടുക്കുമ്പോൾ എത്ര 3168/7 വരും. എന്നാണ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 452.57 എന്ന് വരും. ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ. മൾട്ടിപ്ലൈ എടുത്ത് കഴിയുമ്പോൾ തന്നെ 3168 കാണുമ്പോൾ തന്നെ നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്, 7 4s ആണ് 28 വരുന്നത്. അപ്പം ഇവിടെ 31. അപ്പം 4 ആദ്യം പോകത്തുള്ളൂ. 4 വെച്ച് തുടങ്ങുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ. അതേതാണ് ഓപ്ഷൻ 2. ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ ചോദിച്ചിരിക്കുന്ന മാർക്ക്ഡ് പ്രൈസ് ഓഫ് എ ടോയ് എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് 1600. ഒരു ഷോപ്പ് കീപ്പർ 10% ഡിസ്കൗണ്ട് കൊടുത്തു. അതിനുശേഷം പിന്നെ ഒരു 10% ഡിസ്കൗണ്ട് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ എത്ര രൂപയ്ക്ക് സാധനം വിൽക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ 1600 ഇൻറ്റു 10% എങ്ങനെയാണ് 1/2 എന്ന് എഴുതാം. 10 രൂപയിൽ 1 രൂപയാണ് ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. അപ്പം ബാക്കി എത്രയുള്ള 9 രൂപയുണ്ട്. 10 രൂപയിൽ 9 രൂപ ബാക്കി എന്താണ് സെല്ലിംഗ് പ്രൈസ് ആയിട്ടുണ്ട്. അപ്പം ഇവിടെ 9/10 മൾട്ടിപ്ലൈ ചെയ്യാം. ഒന്നുകൂടെ സെയിം ഡിസ്കൗണ്ട് തന്നെ കൊടുക്കുന്നത്. അപ്പം 9/10 ഒന്നുകൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. 0 കട്ട് ചെയ്ത് പോയി 16 ഇൻറ്റു 81 വരും. അപ്പോൾ ഇവിടെ എന്താ യൂണിറ്റ് ഡിജിറ്റ് 6 വരുകൂടെ നമുക്ക് മനസ്സിലായി. അപ്പം ഓപ്ഷൻ 3ഉം 4ഉം വരെ മനസ്സിലായി. 16 ഇൻറ്റു 8 ചെയ്ത് നോക്കിയോളാം. 6 8 48 8 1 8 അതിൻ്റെ കൂടെ 4 കൂട്ടി കഴിയുമ്പോൾ 12 128 എന്ന് വരും. അപ്പം 16 ഇൻറ്റു 80 ചെയ്യുമ്പോൾ 1200 വരും. അപ്പോൾ 1280 മുകളിലുള്ള ഒരു സംഖ്യയാണ് മനസ്സിലായി. 1280 മുകളിൽ ഒറ്റ സംഖ്യയുള്ള ഓപ്ഷൻ 2 12 26 വരും. 12
26 കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? ഡിപ്രീസിയേഷൻ്റെ റേറ്റ് അതുകൊണ്ട് 10%. അതുപോലെ കറൻറ്റ് വാല്യൂ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 3 വർഷത്തിന് ശേഷം വീടിൻ്റെ വാല്യൂ എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഡിപ്രീസിയേഷൻ നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എടുക്കുന്ന പോലെ എടുക്കണം. ഇപ്പം 100 രൂപയുടെ സാധനം 1 വർഷം കഴിഞ്ഞപ്പം 90 എന്താ 10% കുറഞ്ഞു. എന്താ ഈ 90-ൻ്റെ 10%ആണ് കുറയുന്നത്. 90-ൻ്റെ 10% കുറയുമ്പോൾ എത്ര? 90 × 10/100 9 കുറയുള്ളൂ. അപ്പോൾ 81 അവിടെ. അടുത്ത വർഷത്തേക്ക് പോകുമ്പോൾ ഈ 81-ൻ്റെ 10% കുറയുന്നു. അപ്പോൾ അതാ പറഞ്ഞത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എടുക്കുന്നവർ എടുക്കണം. അപ്പോൾ 10% നമ്മൾ ഫ്രാക്ഷൻ ഫോമിലാക്കുമ്പോൾ എത്രയാണ്? 1/10. അതായത് 10 ഉണ്ടായിരുന്ന സാധനം ഇനിഷ്യലി 10 ഉണ്ടായിരുന്ന സാധനം 1 വർഷം കഴിയുമ്പം എന്ത് സംഭവിക്കും? 1 കുറഞ്ഞ് 9 ആവും. ഇത് ഫസ്റ്റ് ഇയറിലെ അവസ്ഥ. സെക്കൻഡ് ഇയറിലെ അവസ്ഥ വരുമ്പം എന്താ സംഭവിക്കുക? ഇതിൻ്റെ സ്ക്വയർ വരും. അതായത് 100:81 വരും. തേർഡ് ഇയറിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ക്യൂബ് വരും. 1000:729 വരും. ഈ 1000-ൻ്റെ വാല്യൂ ആണ് നമുക്ക് തന്നേക്കുന്നത്. എത്രയാണ്? 4 ഇട്ടിട്ട് എത്ര 0? 1 2 3 4 5 6 40 ലക്ഷം എന്ന് പറഞ്ഞ് തന്നേക്കുന്നത്. ഈ യൂണിറ്റിൻ്റെ വാല്യൂ എത്രയാണ്? ഇത്രയും 0 വെട്ടിപ്പോയി. യൂണിറ്റിൻ്റെ വാല്യൂ 4000. അപ്പോൾ 729-ൻ്റെ വാല്യൂ എത്ര? ഇൻറ്റു 4000 ചെയ്താൽ മതി. അപ്പോൾ 729 × 4 ചെയ്യുമ്പോൾ എത്രയാണ്? 29 16 വരും. എന്നിട്ട് 3 0 ഇട്ട് കൊടുത്തോളാം. ഇതാണ് ആൻസർ. അപ്പോൾ 29 16 എവിടെയാണ്? ഓപ്ഷൻ ഫസ്റ്റ് കിടക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഈ പുള്ളിക്കാരത്തി പറയുന്നത് എന്താ? ഞാൻ കോസ്റ്റ് പ്രൈസിലാണ് സാധനമെല്ലാം വിൽക്കുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ എന്താണ്? ഒരു ഫേക്ക് വെയിറ്റാണ് ഉപയോഗിക്കുന്നത്. 80 ഗ്രാമിൻ്റെ ഫേക്ക് വെയിറ്റാണ് ഉപയോഗിക്കുന്നത് ഇൻസ്റ്റെഡ് ഓഫ് 100 ഗ്രാം. അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്രയാണ് ചോദിച്ചേക്കുന്നത്? നമുക്ക് എന്താ അസ്യൂം ചെയ്യാം? 1 ഗ്രാമിന് 1 രൂപയാണ് അസ്യൂം ചെയ്യാം. അപ്പം 80 ഗ്രാമിന് എത്ര രൂപയാണ്? 80 രൂപ വരും. 100 ഗ്രാമിന് 100 രൂപയും വരും. 100 രൂപയുടെ സാധനം എന്ന് പറഞ്ഞ് ഇവിടെ കൊടുക്കുന്ന എത്ര? 80 രൂപയുടെ സാധനം കൊടുക്കുന്നത്. അപ്പോൾ അവിടെ കിട്ടിയ എത്ര? 20 രൂപയുടെ ലാഭം കിട്ടി. ഡിവൈഡഡ് ബൈ ഇവളുടെ കയ്യിൽ നിന്ന് പോകുന്ന സാധനത്തിൻ്റെ മൂല്യം എത്ര ഉള്ളൂ? 80 ഗ്രാമിൻ്റെ പോകുന്നു. അത് കോസ്റ്റ് പ്രൈസാണ്. അപ്പോൾ 80 ഗ്രാമിന് 1 ഗ്രാമിന് 1 രൂപ വെച്ച് 80 ഗ്രാം കൊടുക്കുമ്പോൾ 80 രൂപയെ പോകുന്നുള്ളൂ. ഇൻറ്റു 100 ചെയ്താൽ മതി. നമുക്ക് പെർസെൻറ്റേജ് കിട്ടും. അപ്പം ഇതും വെട്ടിപ്പോയി. 1/4 കിട്ടി. 1/4-ൻ്റെ വാല്യൂ എത്രയാണ്? 25%. ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. 25%. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ എന്താ? ഫോർത്ത് പ്രിപ്പോഷൻ നമ്മൾ ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫോർത്ത് പ്രിപ്പോഷനാണ് ചോദിച്ചേക്കുന്നത്. അപ്പം s³ s²t st². അപ്പുറത്തൊരു എക്സ് കൂടി ഇട്ട് കൊടുത്തോളാം. എക്സാണ് എന്ത്? ഇതിൻ്റെ ഫോർത്ത് പ്രിപ്പോഷൻ. അപ്പോൾ ഫോർത്ത് പ്രിപ്പോഷൻ ആണ് എന്ത് ചെയ്യേണ്ടത്? പുറത്ത് കിടക്കുന്ന ഈ 2 ഐറ്റംസ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യുക. ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം s²t ഇൻറ്റു st² എന്ന് പറയുന്നത് എക്സ് ഇൻറ്റു s³ വരും. അപ്പം s² ഇൻറ്റു എസ് വരുമ്പോൾ എന്താ? s³ വരും. ഇൻറ്റു t² ഇൻറ്റു t ചെയ്യുമ്പോൾ t³ വരും. ബൈ എക്സ് ഇവിടെ നിർത്തിയിട്ട് s³ ഇങ്ങോട്ട് വിട്ടു. s³ വെട്ടിക്ക് പോയി. എക്സ് ഈക്വൽ ടു എന്താണ്? t³ വരും. ഓപ്ഷൻ ഫസ്റ്റാണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? സുമനും അരുണും കൂടെ ഒരു ജോലി കംപ്ലീറ്റ് ചെയ്യാൻ 96 ദിവസം എടുക്കും. അതേസമയം അരുണും രാഹുലും കൂടെ ആ ജോലി കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ദിവസം എടുക്കും? 48 ദിവസം എടുക്കും. അതേസമയം രാഹുലും സുമനും കൂടെ ആ ജോലി 80 ദിവസം എടുക്കും. അങ്ങനെയാണെങ്കിൽ ഇവരെ 3 പേരും കൂടെ ഒന്നിച്ച് വർക്ക് ചെയ്യുമ്പോൾ എത്ര ദിവസം എടുക്കുന്നതാണ് ചോദിച്ചേക്കുന്നത് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പം LCM എടുത്ത് തുടങ്ങാം. 48-നും 96-ൻ്റെ LCM എന്താണ്? 96. 48 × 2 ചെയ്യുമ്പോഴാണ് 96 കിട്ടുന്നത്. 96-ൻ്റെയും 80-ൻ്റെയും കാര്യം നോക്കിയാൽ മതി. ഈ 96-ഉം 80 എന്താണ്? 16-ൻ്റെ മൾട്ടിപ്പിളാണ്. അതായത് 16 × 6 ചെയ്യുമ്പം 96-ഉം 16 × 5 ചെയ്യുമ്പം 80 വരുന്നത്. അപ്പോൾ ഈ 96-നെ വെച്ച് നോക്കുമ്പോൾ 80-ൽ എന്താ ഒരു കുറവ്? ഒരു 6-ൻ്റെ കുറവുണ്ട്. 6 ഞാനിവിടെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ LCM എന്താണ്? LCM വരുന്നത് 80 × 6 ആണ് LCM വരുന്നത്.
ആദ്യം കുറച്ച് സ്ഥലം ഉണ്ടാക്കാം. അതായത് 16x5x6 മൊത്തം LCM വരുന്നത്. ഓരോരുത്തരുടെയും എഫിഷ്യൻസി കണ്ടുപിടിക്കാം. ഇവിടെ 96 ഡിവൈഡഡ് ബൈ 16x5x6 ചെയ്യുമ്പോൾ എത്രയാണ്? 16 96. ബാക്കി എന്തായാലും എഫിഷ്യൻസി 5 വരും. 16x5x6 ഡിവൈഡ് ബൈ 48 വരുമ്പോൾ എത്രയാണ്? 16x3 ചെയ്യുമ്പോൾ 48 വരും. 16 ഇതും വെട്ടിപ്പോയി 3 വന്നു. 5×6 30/3 എന്ന് പറയുമ്പോൾ എഫിഷ്യൻസി എത്രയാണ്? 10 വരും. ഇവിടെ എഫിഷ്യൻസി 10 വരും. ഇനി എന്താ 16x5x6 ഡിവൈഡ് ബൈ 80 ചെയ്യുമ്പോൾ എത്രയാണ്? ഇതും വെട്ടിപ്പോയി. ബാക്കി എന്താ? 6 എഫിഷ്യൻസി. ഇവിടെ 6 എഫിഷ്യൻസി വന്നു. ഇവിടെ മൊത്തം എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എത്ര? 15 15ഉം 6ഉം എത്രയാണ്? 21 വരും. ഈ 21 അതുപോലെ എടുക്കേണ്ട കാര്യമുണ്ടോ? എടുക്കേണ്ട കാര്യമില്ല. കാരണം എന്താണ്? ഇവിടെ എല്ലാവരുടെയും ഇവരുടെ എഫിഷ്യൻസി 2 തവണ വെച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് 2 സുമൻ വന്നിട്ടുണ്ട്, അതുപോലെ 2 അർജുൻ വന്നിട്ടുണ്ട്, 2 6 വന്നിട്ടുണ്ട്. അപ്പം ഇവരുടെ എല്ലാവരുടെയും എഫിഷ്യൻസി ഇരട്ടി വെച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഡിവൈഡ് ബൈ 2 എടുക്കുക. ഇതാണ് ശരിക്കും ഇവരുടെ എഫിഷ്യൻസി. ഇവരെല്ലാവരും വർക്ക് ചെയ്യുമ്പോൾ ഇവരുടെ എഫിഷ്യൻസി എന്താണ്? 21/2 ഇനി ടോട്ടൽ വർക്ക് ഡിവൈഡ് ബൈ എഫിഷ്യൻസി ചെയ്താൽ മതി. ടോട്ടൽ വർക്ക് എത്രയാണ്? 16x5x6 ടോട്ടൽ വർക്ക് ഡിവൈഡഡ് ബൈ 21/2. ഇവിടെ ഈ 2 സംഭവിക്കുക. 2 മൾട്ടിപ്ലൈ ചെയ്ത് മുകളിൽ പോകും. ഇൻറ്റു 2 ആവും. അപ്പം 5×6 30. 21ഉം 30ഉം കൂടെ 3 കൊണ്ട് കിട്ടുമ്പോൾ എത്ര? ഇവിടെ 7 വരും. 30 ഡിവൈഡ് ബൈ 3 ചെയ്യുമ്പോൾ ഇവിടെ 10 വരും. അപ്പം മുകളിൽ 320 ഡിവൈഡ് ബൈ 7 വരും. അപ്പോൾ ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ്? 7 4 28 വരും. റിമൈൻഡർ 4. ഇത് 7 5 35 പോവും. പിന്നെ റിമൈൻഡർ 5 വരും. 0.8 കൊടുത്തിട്ട് എന്താണ്? ഇവിടെ ഒരു 0 ആക്കിക്കോളാം. 7 49. അപ്പം 45.7 ആൻസർ വരുന്നത്. നമുക്ക് നോക്കാം. ഓപ്ഷൻ എത്രയാണ്? 40. ഇവിടെ 44 കൊണ്ട് 46 കൊണ്ട് ഇതിനകത്ത് ഏത് സെലക്ട് ചെയ്യുക? ആൻസർ വരുന്നത് ഈ 46. കാരണം എന്താണ്? 45.7 എന്നുള്ളതാണ് എന്ത്? 7 5-നും ഈ 0.7 5-ന് മുകളിലായതുകൊണ്ട് അത് റൗണ്ട് ചെയ്ത് 46 എന്ന് എഴുതും. കറക്റ്റ് ആൻസർ വരുന്നത് 46. അങ്ങനെയാണ് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? അതായത് ഒരു ഷോപ്പ് കീപ്പർ 12% ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് ഒരു ഫെസ്റ്റീവ് സീസണിൽ. അതുകൂടാതെ പുള്ളി 10% എക്സ്ട്രാ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. 10% ഡിസ്കൗണ്ട് എക്സ്ട്രാ കൊടുക്കുന്നുണ്ടെങ്കിലും പുള്ളി എന്താണ് 5% പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നുണ്ട്. വാട്ട് വുഡ് ഹാവ് ബീൻ ദ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഇഫ് ഓൺലി 4% സക്സസീവ് ഡിസ്കൗണ്ട്? അതായത് 10% 4% ഡിസ്കൗണ്ട് കൊടുക്കുന്നുള്ളൂ. അല്ലെങ്കിൽ പുള്ളിക്ക് അതായത് ആ കൊടുത്തുകൊണ്ടിരുന്ന 12%-ൻ്റെ കൂടെ 10%-ന് പകരം 4% ഡിസ്കൗണ്ടാണ് കൊടുത്തിരുന്നെങ്കിൽ പുള്ളിയുടെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്രയാണെന്ന് ചോദിച്ചേക്കുന്നു. അപ്പോൾ ഇവിടെ എന്താ 12% എന്തായാലും കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ 10% കൂടെ കൊടുക്കുമ്പം മൊത്തം സക്സസീവായിട്ട് ഡിസ്കൗണ്ട് വരുന്നത് 12 × 10/100 വരും. അതായത് 12 10 22-ന് 120/100 ചെയ്യുമ്പോൾ എത്രയാണ്? 1.2 കുറയും. 1.2 കുറയും. 22 1.2 കുറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എന്താ ഉള്ളത്? 20-ന് 1 കുറഞ്ഞു കഴിഞ്ഞാൽ 22-ന് 1 കുറഞ്ഞാൽ 21 ആവും. 21-ന് 0.2 പറഞ്ഞാൽ 20.8 ആവും. ഇതാണ് സക്സസീവ് ഡിസ്കൗണ്ട്. 20.8% ഡിസ്കൗണ്ട് കൊടുത്തിരിക്കുമ്പോൾ അയാൾക്ക് പ്രോഫിറ്റായിട്ട് 5% കിട്ടുന്നുണ്ടെന്നാണ്. ഇനി അതല്ല, ഇയാൾ 10% ഈ 10%-ന് പകരം എത്രയാണ്? 4% കൊടുക്കുന്നതെങ്കിൽ കേസ് 2 എന്താ? 12 + 4 - 12 × 4/100 വരും. ഇപ്പോൾ 12 4 16 - 12 × 4 ചെയ്യുമ്പോൾ 48/100 വരും. 0.48 കുറയും. 15.52 വരും. ഇതാണ് എഫക്റ്റീവ് ഡിസ്കൗണ്ട് വരുന്നത്. ഈ 15.52 ഡിസ്കൗണ്ട് നിൽക്കുമ്പം ഇയാൾക്ക് പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്രയാണെന്ന് നമ്മൾ ചോദിച്ചേക്കുന്നത്. നമുക്കിത് ആദ്യം എന്താണ്? ഇവിടെ കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കണം. കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കുന്നത് എന്താ വേണ്ടേ? കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിച്ചാലേ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. കാരണം പുതിയ
ഡിസ്കൗണ്ട് വെച്ച് നമ്മളോട് ലാഭശതമാനം എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്, പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്രയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഫസ്റ്റ് കേസിലെടുക്കാം. ഫസ്റ്റ് കേസിൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 5% തന്നിരിക്കുന്നത്. 5% നമ്മൾ ഫ്രാക്ഷൻ ഫോം എഴുതുമ്പോൾ എത്രയാണ്? 1/20 ആണ്. അതായത് 20 രൂപയുടെ സാധനം 21 രൂപയ്ക്ക് വിറ്റു. അപ്പോൾ 21 രൂപയ്ക്ക് വിൽക്കുമ്പോൾ 21 രൂപയ്ക്ക് വിൽക്കുക മാത്രം പോലെ എന്താണ് അവിടെ 20.8% ഡിസ്കൗണ്ട് കൊടുക്കണം. അതായത് 100 രൂപയുടെ സാധനം 20.8% ഡിസ്കൗണ്ട് കൊടുത്ത് വിറ്റ് കഴിഞ്ഞാൽ ബാക്കി എത്രയുള്ളത്? 20.8% ഡിസ്കൗണ്ട് കൊടുത്ത് വിറ്റ് കഴിഞ്ഞാൽ ബാക്കി 79.2 ഉള്ളൂ. അപ്പോൾ എന്താ 21.2 വാല്യൂ ആണ് എന്താ 79.2 എന്ന് പറഞ്ഞാൽ തന്നെയാണ്. അപ്പോൾ കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കാൻ 20 വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. ഇവിടെ എന്താ ഒരു യൂണിറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. 21 × 3 ചെയ്യുമ്പോൾ എത്രയാണ്? 3 1s are 3, 3 2s are 6, 63 എന്ന് വരും. 63. 21 4 ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താ? 4 ചെയ്യുമ്പോൾ 79 മുകളിൽ പോകും. 4 ചെയ്യുമ്പോൾ 84 വരുന്നു. ഇവിടെ 79 63 റിമൈൻഡർ എത്രയാണ്? 16 വരും. അപ്പോൾ പോയിൻ്റ് ഇട്ട് കൊടുത്തോളാം. ഇവിടെ ഒരു 0 ആഡ് ചെയ്തോളാം. 160 വരുന്ന 21 മൾട്ടിപ്ലൈ ചെയ്താൽ 21 × 7 ചെയ്യുക. അപ്പം 147 വരും. അപ്പം 147 വരും. 160 നിന്ന് 147 പോയാൽ എത്രയാണ്? 13. പിന്നെ റിമൈൻഡർ വരും. 13 റിമൈൻഡർ വന്നുകൊണ്ട് നമ്മൾ എന്താ പിന്നെ അവിടെ ഒരു 0 ആഡ് ചെയ്ത് കൊടുത്തു. 21 × 6 ചെയ്യുമ്പം 126 വരുന്നത്. അപ്പോൾ 6 വരെ ഇട്ടു. 4 വന്നു. അപ്പം ഒരു യൂണിറ്റിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ 376. അപ്പോൾ 20 യൂണിറ്റിൻ്റെ വാല്യൂ എത്രയാണ്? × 3.76 ചെയ്താൽ മതി. 2 × 37.6 ചെയ്താൽ മതി. അപ്പോൾ എത്രയാണ്? 75.2 എന്ന് കിട്ടും. ഇതാണ് എൻ്റെ കോസ്റ്റ് പ്രൈസ് എന്നുള്ളത്. കോസ്റ്റ് പ്രൈസ് കിട്ടിയ സ്ഥിതിക്ക് ഇനി എന്താ അടുത്ത് ചെയ്യേണ്ടത്? രണ്ടാമത് ഇയാൾ കൊടുത്ത ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ 15.52 ആണ്. അപ്പം 100 - 15.52 ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? 84.48 രൂപയ്ക്കാണ് പുതിയ ഡിസ്കൗണ്ടിൽ അയാൾ വിൽക്കുന്നത്. പക്ഷേ കോസ്റ്റ് പ്രൈസ് എന്തേ ഉള്ളൂ? കോസ്റ്റ് പ്രൈസ് 75.2 ഉള്ളൂ. ഇവിടെ ലാഭം എത്രയാണ്? 9.28 ലാഭമാണ്. അതായത് 9.28 ലാഭമാണ്. എത്രയിൽ? 75.2 × 100 ചെയ്യുമ്പം ഇതുകൊണ്ട് 12.3 വരും. അപ്പം അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കാം. 12.3 വരുന്ന ഓപ്ഷൻ 12.5 ഉണ്ട്, 12 ഉണ്ട്. കറക്റ്റ് ആൻസർ വരുന്നത് 12 കറക്റ്റ് ആൻസർ വരുന്നത്. ഡിഫിക്കൽട്ടി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. കാൽക്കുലേഷൻ പാർട്ട് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഇങ്ങനത്തെ ചോദ്യമൊക്കെ ഫസ്റ്റ് തവണ സ്കിപ്പ് ചെയ്ത് പോയിട്ട് പിന്നെ സമയം കിട്ടുമ്പോൾ ഒന്ന് ചെയ്താൽ മതിയാവും. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? ആ ക്വസ്റ്റ്യൻ തന്നെ വെച്ച് സമയം കളയാനും ചാൻസ് ഉണ്ട്. ഇവിടെ 10 പേരടങ്ങിയ ഒരു ഗ്രൂപ്പിൽ ഒരാളെ മാറ്റി പുതിയൊരാളെ കൊണ്ടുവന്നപ്പം 7.9 kg ഈ ആവറേജിൽ ഇൻക്രീസ് ഉണ്ടായെന്ന് പറഞ്ഞു. പഴയ ഒരാളെ മാറ്റിയിട്ടാണ് പുതിയൊരാളെ കൊണ്ടുവന്ന് പറഞ്ഞു. പഴയ ആളുടെ വെയിറ്റ് എന്ന് പറയുന്നത് 20 കിലോയാണ്. അങ്ങനെയാണെങ്കിൽ പുതിയ ആളുടെ വെയിറ്റ് എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. 10 പേരുടെ കാര്യം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 10 പേരെന്ന് പറഞ്ഞാൽ 1 2 3 4 5 6 7 8 9 10. ഇവിടെ ഒരാളുടെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 20 കിലോ തന്നിട്ടുണ്ട്. അയാൾ പോയി പുതിയൊരാളാണ് വന്നത്. പുതിയൊരാൾ വന്നപ്പം എന്താ സംഭവിച്ചു? ഇവരുടെ എല്ലാവരുടെയും ആവറേജിൽ 7.9 കൂടി. അതായത് 7.50 എല്ലാത്തിനെയും കൂടി. 7.9 10 പേരിലും കൂടെ കൂടുമ്പോൾ എത്ര? 79 കൂടും. പുതിയൊരാളുടെ വെയിറ്റ് കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? പോയ ആളുടെ വെയിറ്റ് ഈ 79 കൂട്ടിയാൽ മതി. അപ്പോൾ 20 + 79 ചെയ്യുമ്പോൾ 99 വരും. മൊത്തം 99 ആണ് ആ പുതിയൊരാളുടെ വന്ന ആളുടെ വെയിറ്റ്. ഈ 99 ഇവരെല്ലാവരും കൂടെ സ്പ്ലിറ്റ് ചെയ്തെടുക്കുന്നതുകൊണ്ടാണ് 7.9 കൂടുന്നത്. പറഞ്ഞ ചെറിയൊരു തെറ്റുണ്ട്. അതായത് 99 അല്ല സ്പ്ലിറ്റ് ചെയ്തെടുക്കുന്നത്. അതായത് നേരത്തെ ഉണ്ടായിരുന്ന ആളുടെ എത്ര 20 ആയിരുന്നു. ആ 20 ഒഴിച്ച് നിർത്തി പുതിയ ഒരാൾ 99 വന്നു കഴിയുമ്പം എത്രയാണ്? 20 - 99 - 20 ചെയ്യുമ്പം 79 ആണ് വരുന്നത്. ഈ 79 ആണ് ഇവരെല്ലാവരും കൂടെ സ്പ്ലിറ്റ് ചെയ്തെടുക്കുന്നത്.
അപ്പം 7.9 കൂടും. അങ്ങനെയാണ് ഈ 7.9 കൂടുന്നത് ശരിക്കും പറഞ്ഞു. പുതിയൊരാളുടെ വെയിറ്റ് കിട്ടണമെങ്കിൽ എന്താ വേണ്ടത്? ആ പോയ ആളുടെ വെയിറ്റിൻ്റെ കൂടെ 99 കൂടെ കൂട്ടിയാൽ മതി. അപ്പം 99 അല്ല, ഈ കൂടിയ 79 കൂടെ ഇവിടെ കൂടിയ 79 കൂടെ കൂട്ടിയാൽ മതി. അപ്പം എത്ര? 99 കിട്ടും. അതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ ബോട്ട് ആൻഡ് സ്ട്രീമിലെ ക്വസ്റ്റ്യനാണ്. ഈ പുള്ളിക്ക് 8 കിലോമീറ്റർ സ്റ്റിൽ വാട്ടറിൽ എന്നാണ് പറഞ്ഞേക്കുന്നത്. അതുപോലെ ഇറ്റ് ടേക്സ് ഹിം ത്രൈസ് ആസ് ലോങ് ആസ് ടു റോ അപ്പ് ആസ് ടു റോ ഡൗൺ സ്ട്രീം എന്ന് പറഞ്ഞേക്കുന്നത്. റേഷ്യോ തന്നേക്കുന്നത് ഏതാ? അപ്പ് സ്ട്രീം ഡൗൺ സ്ട്രീം സ്പീഡിൻ്റെ റേഷ്യോ തന്നേക്കുന്നത്. അങ്ങനെ ഫൈൻഡ് സ്പീഡ് ഓഫ് ദ സ്ട്രീം എത്രയാണ് ആദ്യം തന്നേക്കുന്ന ഈ കണ്ടീഷൻ തന്നെ എടുക്കാം. ഇറ്റ് ടേക്സ് ഹിം ത്രൈസ് ആസ് ലോങ് ആസ് ടു റോ അപ്പ് ആസ് ടു റോ ഡൗൺ സ്ട്രീം എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പം ഇവിടെ എനിക്ക് നേരത്തെ തെറ്റിപ്പോയി, ടൈമിൻ്റെ റേഷ്യോ ആണ് തന്നേക്കുന്നത്. അപ്പോൾ ഡൗൺ സ്ട്രീം ഈസ് ടു അപ്പ് സ്ട്രീം എങ്ങനെ എടുക്കുന്നത്? ഇറ്റ് ടേക്സ് ഹിം ത്രൈസ് ആസ് ലോങ് ആസ് ടു റോ അപ്പ് എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പം ഇവിടെ 3 വരും, ഇവിടെ 1 വരും. അപ്പോൾ സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. ഡിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ സ്പീഡിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? ഇൻവേഴ്സ് ആയിട്ട് വരും. അപ്പം ഇവിടെ സ്പീഡിൻ്റെ റേഷ്യോ എങ്ങനെയാണ് വരുന്നത്? ഇത് 1:3 ആണെങ്കിൽ ഇത് 3:1 വരും. സ്ട്രീമിൻ്റെയും ഡൗൺ സ്ട്രീമിൻ്റെയും സ്പീഡിൻ്റെ റേഷ്യോ കിട്ടിയ സ്ഥിതിക്ക് ഇതിനകത്ത് നമുക്ക് എങ്ങനെയാണ് ബോട്ടിൻ്റെ സ്പീഡ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്? ബോട്ടിൻ്റെ സ്പീഡ് കണ്ടുപിടിക്കുമ്പോൾ ഡൗൺ സ്ട്രീം പ്ലസ് അപ്പ് സ്ട്രീം ബൈ 2 ചെയ്താൽ മതി. അതായത് 3 + 1/2 ചെയ്യുമ്പം 4/2 എന്ന് പറയും. എത്ര? 2 ആണ്. 2 km/h ആണ് എന്ത് സ്പീഡ്. അങ്ങനെയാണ് കറണ്ടിൻ്റെ സ്പീഡ് വരുന്നത്. എത്ര? കറണ്ടിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 3 - 1/2 വരും. അതായത് 2/2 വരും. അതായത് 1 km/h വരും. ഇതാണ് എന്ത് ബോട്ടിൻ്റെ കറണ്ട് റേഷ്യോയുടെ സ്പീഡിൻ്റെ റേഷ്യോ വരുന്നത്. ഇനി ഈ 2 എന്ന് പറഞ്ഞാൽ തന്നേക്കുന്നത് എത്രയാണ്? 2 യൂണിറ്റിൻ്റെ വാല്യൂ തന്നേക്കുന്നത് 8 km/h ആണ്. അതായത് 1 യൂണിറ്റിൻ്റെ വാല്യൂ 4 ആണെന്ന് അർത്ഥം. സ്പീഡ് ഓഫ് ദ കറണ്ട് എത്രയാണ്? 1 യൂണിറ്റേ ഉള്ളൂ. 1 × 4 ചെയ്യുമ്പോൾ 4 km/h വരും. ഓപ്ഷൻ ഫസ്റ്റാണ് കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? തേർഡ് പ്രപ്പോർഷനാണ് ചോദിച്ചിരിക്കുന്നത്. 5x² 3xy തേർഡ് പ്രപ്പോർഷൻ ചോദിച്ചിരിക്കുന്നത്. അപ്പം എയും ബിയും തന്നിട്ടുണ്ടെങ്കിൽ തേർഡ് പ്രപ്പോർഷൻ കാണാൻ എന്താ? b²/ac ആണ്. അതായത് 3xy² എയുടെ വാല്യൂ എത്ര? 5x². ഇപ്പോൾ ചെയ്യുമ്പോൾ എത്ര? 9x² y²/5x² വരും. അപ്പോൾ x² വെട്ടിപ്പോയി 9y²/5 വരും. അതാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഫസ്റ്റ്. ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? ഒരു നിശ്ചിത തുകയിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തു. കോമ്പൗണ്ടഡ് ആനുവൽ ഫോർ ദ സെക്കൻഡ് ഇയർ ഉള്ളി. അതായത് രണ്ടാമത്തെ വർഷത്തിൽ മാത്രം കണക്ക് കൂട്ടുമ്പം 20% പെർ ആനത്തിൽ രണ്ടാമത്തെ വർഷത്തിൽ 1300 രൂപയാണ് എന്ത് പലിശയായിട്ട് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ പ്രിൻസിപ്പൽ എത്രയായിരുന്നു ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് 20% എങ്ങനെ എഴുതാൻ പറ്റുന്നത്? 1/5 എന്ന് എഴുതാൻ പറ്റും. 1/5 എന്ന് എടുക്കാൻ പറ്റും. നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഈ 5നെ എന്താണ് നമ്മൾ കൺസിഡർ 5 നമ്മൾ പ്രിൻസിപ്പളായിട്ട് കൺസിഡർ ചെയ്യുക. ചെയ്യാൻ എളുപ്പത്തിന് ഞാൻ 25 എന്ന് എടുക്കുക പ്രിൻസിപ്പൾ. അപ്പോൾ ഫസ്റ്റ് ഇയർ എന്ത് വരും? 25ൻ്റെ 20% എടുക്കും. ഫസ്റ്റ് ഇയർ 25ൻ്റെ 20% എടുക്കുമ്പോൾ എത്രയാണ്? 5 എന്ന് കിട്ടും. സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുക? 25ൻ്റെ 20% 5 കിട്ടും. അതുപോലെ നേരത്തെ ഉണ്ടായിരുന്ന ഈ 5ൻ്റെ ഇൻട്രസ്റ്റും കൂടെ ഇവിടെ കയറി വരും. അപ്പം 5 × 1/5 ചെയ്യുമ്പോൾ 5 വെച്ചും വെട്ടിപ്പോയിട്ട് 1 രൂപയും കൂടെ കൂടുതൽ കിട്ടും. സെക്കൻഡ് ഇയറിൽ മൊത്തം എമൗണ്ട് എത്ര കിട്ടുന്നത്? 6 കിട്ടുന്നത്. ഫസ്റ്റ് ഇയറിൽ മൊത്തം എമൗണ്ട് 5 കിട്ടും. 1 യൂണിറ്റിൻ്റെ വാല്യൂ ആണ് എന്താ 1300 എന്ന് തന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഇയറിൽ ഈ 5ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എന്താ? 5ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ 1300 × 5 മതി. 6500 വരും. ഈ 6500 എന്ന് പറയുന്നത് എന്താണ്? ഈ 6500 എന്ന് പറയുന്നത് 120ൻ്റെ വാല്യൂ ആണ് 6500. കാരണം ഫസ്റ്റ് ഇയറിൽ
സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സെയിം ആണ്. 20% ഉണ്ട്, 100 എന്നുള്ള 120 അപ്പം 120ൻ്റെ വാല്യൂ ആണ് 6500 എന്നുള്ളത്. അപ്പോൾ 12ൻ്റെ വാല്യൂ 650, 1ൻ്റെ വാല്യൂ എത്രയാണ്? അപ്പം 650 ഡിവൈഡ് ബൈ 12 ചെയ്യുമ്പോൾ 12 5 ചെയ്യുമ്പോൾ 60 വരും. അപ്പം 5 60 വന്നു, 5 റിമൈൻഡർ വന്നു, 50 50 എത്തിക്കാൻ വേണ്ടി എത്രയാണ്? 12 × 4 ചെയ്യുന്നു, 48, 2 റിമൈൻഡർ, 2 ഡിവിസിബിൾ ആയി പോകാത്തതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? പോയിൻ്റ് ഇടുന്നു, 20 അവിടെ കൊടുക്കുന്നു. 20ൽ 12 എത്ര തവണ? 1 തവണ പോകുന്നുള്ളൂ. അപ്പോൾ ഇവിടെ 12 ആക്കുന്നു, റിമൈൻഡർ എത്ര? 8 വരുന്നു. എന്നിട്ട് 80 ആക്കുന്നു. 80 എത്തിക്കാൻ ഞാൻ 12 × എന്താ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? 6 ചെയ്യുന്നു, 72 വരും. പിന്നെ എന്താണ്? 8 തന്നെയാണ് റിമൈൻഡർ വരുന്നത്. അപ്പം ഇത് റിപ്പീറ്റ് ആയി പോയിക്കൊണ്ടിരിക്കും. അപ്പം 100ൻ്റെ വാല്യൂ എത്രയാണ്? 100ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 5416 എന്ന് വരും. ഇതാണ് എന്ത് പ്രിൻസിപ്പിൾ. അപ്പം അതിൻ്റെ ഓപ്ഷൻ ഉണ്ടോ നോക്കാം. 5416 കിടക്കുന്നു. ഇത് പോയിൻ്റ് അപ്പുറത്തേക്കുണ്ട്, പക്ഷെ എന്താണ്? കൺസിഡർ ദ നിയറസ്റ്റ് ഇൻറ്റഗ്രൽ വാല്യൂ എന്ന് ചോദിച്ചുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്താലോ. ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ? സർക്കുലർ ട്രാക്കിൽ കാറ് ഓടുന്നതിനെ പറ്റി പറയുന്നു. 2 കാറ് അറ്റ് സെയിം ടൈമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 12 PM ഓപ്പോസിറ്റ് ഡയറക്ഷൻ സെയിം ഡയറക്ഷനിലാണ് അവർ പോകുന്നത്. സ്പീഡിൻ്റെ റേഷ്യോ തന്നിട്ട് 72 90. റേഷ്യോ അല്ല, സ്പീഡ് തന്നെ തന്നിട്ടുണ്ട്. അറ്റ് വാട്ട് ടൈം വിൽ ദേ മീറ്റ് അഗൈൻ എന്നാണ് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് മീറ്റിംഗ് പോയിൻ്റ്. അപ്പം സ്പീഡ് ഏതൊക്കെ? 72 90 തന്നേക്കുന്നത്. സെയിം ഡയറക്ഷനിലാണ്ട് ഇവർ തമ്മിൽ മൈനസ് ചെയ്യണം. 90 72 പോയാൽ എത്രയാണ്? 18 എന്ന് കിട്ടും. ഇതാണ് ഇവരുടെ റിലേറ്റീവ് സ്പീഡ്. മൊത്തം സർക്കുലർ ട്രാക്കിൻ്റെ നീളം എത്രയാണ്? 3.6 കിലോമീറ്റർ എന്നാണ് തന്നേക്കുന്നത്. അപ്പോൾ ഇതിനെ മീറ്റർ ആക്കണം. മീറ്റർ ആക്കുമ്പോൾ എത്രയാണ്? 3600 മീറ്റർ എന്ന് വരും. ഇത് ഡിവൈഡ് ബൈ സ്പീഡ് 18 വരും. 18 ഇൻറ്റു എത്രയാണ്? 5/18 ചെയ്യണം. കാരണം എന്താ? മീറ്റർ പെർ സെക്കൻഡ് ഒക്കെ. അപ്പോൾ 18 കട്ട് ചെയ്ത് പോകും. 3600 ഡിവൈഡ് ബൈ 5 ചെയ്യുമ്പോൾ 720 സെക്കൻഡ് എന്ന് കിട്ടും. 720 സെക്കൻഡിനെ മിനിറ്റ് ആക്കാൻ എന്താ ചെയ്യേണ്ടത്? ഡിവൈഡ് ബൈ 60 കൊടുത്തോളാം. അടുത്ത എത്രയാണ്? 12 മിനിറ്റ് എന്ന് കിട്ടും. അപ്പോൾ അടുത്ത മീറ്റിംഗ് പോയിൻ്റ് എത്രയാണ്? 12. 12നാണ് ഒരു മീറ്റ് ചെയ്യുന്നത്. ഓപ്ഷൻ ഫസ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ അപ്പോൾ എടുക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഒരു ഷോപ്പ് കീപ്പർ സെൽസ് ഓയിൽ അറ്റ് 200 per ലിറ്റർ. 200 രൂപ, 1 ലിറ്ററിന് 200 രൂപയ്ക്കാണ് പുള്ളി വിൽക്കുന്നത്. പുള്ളി എത്ര രൂപയ്ക്കാണ് വാങ്ങുന്നത്? 1 ലിറ്ററിന് 160 രൂപയ്ക്കാണ് വാങ്ങിച്ചത്. പക്ഷേ എന്താ? പുള്ളി ഒരു ഫാൾസായിട്ട് അളവ്. ഇവിടെ ഈ കടക്കാരൻ എന്താ ചെയ്യുന്നത്? 1 ലിറ്ററിന് 200 രൂപയ്ക്കാണ് സാധനം സെല്ല് ചെയ്യുന്നത്. പക്ഷേ പുള്ളി വാങ്ങുന്നത് എത്രയാണ്? 1 ലിറ്ററിന് 160 രൂപയ്ക്കാണ് സാധനം വാങ്ങുന്നത്. പക്ഷേ പുള്ളി ഒരു ഫാൾസ് അളവാണ് ഉപയോഗിക്കുന്നത്, അതായത് പറ്റിക്കുന്ന അളവാണ് ഉപയോഗിക്കുന്നത്. 1 ലിറ്റർ എന്ന് പറഞ്ഞിട്ട് 800 മില്ലി ലിറ്ററേ കൊടുക്കുന്നുള്ളൂ. അങ്ങനെ ഫൈൻഡ് ഈസ് ആക്ച്വൽ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് എത്രയെന്നായിരുന്നു ചെയ്യും. അപ്പോൾ കോസ്റ്റ് പ്രൈസ് എത്രയാണ്? 1 ലിറ്ററിന് 160 രൂപയുള്ളൂ. പുള്ളി വിൽക്കുന്നത് എങ്ങനെയാണ്? സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 1 ലിറ്ററിന് 200 രൂപയാണ്. നമുക്കെന്താ 800 ml കോസ്റ്റ് പ്രൈസ് കാണണം. അതായത് 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1000 ml. 1000 ml വാല്യൂ എന്ന് പറയുന്നത് 160 രൂപ. അപ്പം 100 ml എന്ന് പറഞ്ഞാൽ 16 രൂപ. ml എന്ന് പറഞ്ഞാൽ 1.6. 1 ml എന്ന് പറഞ്ഞാൽ 0.16. അപ്പം 1 ml കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 1 ml കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.16. അങ്ങനെ 800 ml ആണ് അയാൾ വിൽക്കുന്നത്. 800 ml വാല്യൂ എത്രയാണ്? 0.16 ഇൻറ്റു 800 ചെയ്യുമ്പോൾ 128 എന്ന് കിട്ടും. 800 ml കോസ്റ്റ് പ്രൈസ് എത്രയാണ്? 128. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 1 ലിറ്റർ അയാൾ വിൽക്കുന്നത് എത്ര രൂപയ്ക്കാണ്? 200 രൂപയ്ക്കാണ് അയാൾ വിൽക്കുന്നത്. ലിറ്റർ എന്ന് പറഞ്ഞ് കൊടുക്കുന്നത് എത്ര ഉള്ളൂ? 128 രൂപ സാധനം കൊടുക്കുന്നുള്ളൂ. ഇവിടെ എത്ര ലാഭം കിട്ടുന്നുണ്ട്? 40 രൂപ. 40 രൂപ അല്ല, 138, 148, 158, 168, 178, 188, 198, 22 രൂപ ലാഭം കിട്ടുന്നുണ്ട് അയാൾ. എത്രയിൽ? 128. അപ്പം 72/128/100 ചെയ്യുക. 72 120നെ 2 കൊണ്ട് വെട്ടുമ്പോൾ ഇവിടെ 36 വരും. 128 പകുതി എടുക്കുമ്പോൾ 64 വരും. ഒന്നും കൂടെ വെട്ടാം. 18 ഇവിടെ വെട്ടുമ്പോൾ 34.
കൂടെ വെട്ടാം. ഇവിടെ 9 വരും, ഇവിടെ 17 വരും. അപ്പോൾ 9/17 × 100 ചെയ്യുമ്പോൾ എത്ര? ആൻസർ 56.25 വരും. ഇതാണ് കറക്റ്റ് ആൻസർ, ഫസ്റ്റ് ഓപ്ഷൻ. അപ്പം ഷിഫ്റ്റ് 4 എല്ലാ ക്വസ്റ്റിനും ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. മാത്സിലെ എല്ലാ ക്വസ്റ്റിനും ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഈ ഷിഫ്റ്റിൽ, ഈ ഡേയിൽ.